السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. وقال نبينا رسول الله صلى الله عليه وسلم: اطلبوا العلم ولو كان بالسين، فإن طلب العلم فريضة على كل مسلم، وإن الملائكة تضع أجنحتها لطالب العلم رضا بما يطلب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിന്റെ അമരക്കാരൻ സുലൈമാൻ മുസ്ലിയാർ അവറുകൾ, മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ, കാരണവന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, യുവതി യുവാക്കൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ, അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത്, നമ്മുടെ ജനന മരണങ്ങൾ കണക്കാക്കപ്പെടുന്നത് ഹിജറി കലണ്ടർ പ്രകാരമാണ്. ആ ഹിജറി കലണ്ടർ പ്രകാരം ഒന്നാമത്തെ മാസം മുഹറം മാസമാണ്. ആ മുഹറം മാസത്തിൽ ഈ വർഷം നാം ഇവിടെ തുടക്കം കുറിച്ച ഈ മതപഠന ക്ലാസ് എന്തുകൊണ്ടും ഏതുകൊണ്ടും ഒരു സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ അറിവുകൾ ആർജിച്ചെടുക്കുക, ആർജിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. നേരത്തെ ഉദ്ഘാടനം ചെയ്ത നാസർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചെറുപ്രായത്തിലെ നമുക്ക് പക്വത എത്തുന്നതിന് മുമ്പേ, 7 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ നിസ്കാരത്തെക്കുറിച്ചും വുളൂഇനെ കുറിച്ചും വുളൂഇലെ അവയവങ്ങൾ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചും അതുപോലെ വിസർജന മര്യാദകളെ കുറിച്ചുമൊക്കെ ചെറുപ്രായത്തിലെ നമ്മളൊക്കെ 2ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാലങ്ങളെല്ലാം ഒരുപാട് മുന്നോട്ട് ഗമിച്ചപ്പോൾ ഇന്ന് ട്രെൻഡ് പോലെയുള്ള, അതുപോലെ തന്നെ അസ്മി പോലെയുള്ള, അൽബിർ പോലെയുള്ള മതസ്ഥാപനങ്ങൾ വന്നപ്പോൾ കേവലം 3.5-യും 4-യും വയസ്സായ മക്കൾ പോലും ഇത്തരത്തിലുള്ള ദിക്റുകളും അദ്കാറുകളും പാലിച്ചെടുക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ മദ്രസയിലേക്ക് വരുന്നതിന് മുമ്പേ മക്കൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയി ഇതെല്ലാം പഠിച്ച് വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ മറന്നാലും നമ്മുടെ മക്കൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ എന്തിനേയും ഏതിനേയും നിമിഷ നേരങ്ങളെ കൊണ്ട് തകർത്ത് കളയുന്ന രീതിയിലുള്ള മതനിഷ്ഠയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ആ ഒരു സ്ഥാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, തർബിയത്തില്ലാത്തതിൻ്റെ പേരിൽ, അതിൻ്റെ പ്രചോദനം നൽകാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ആ മക്കൾ തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നീട് അവരിലും അത് ഇല്ലായ്മയാകുന്ന രൂപമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വേണം. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കറിയാം. ദീനിയായ വിജ്ഞാപനത്തിൻ്റെ 3 തത്വങ്ങളാണ് ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ എന്ന് പറയുന്നത്. നമുക്ക് ഈമാനുണ്ട്, ദൃഢമായ വിശ്വാസമുണ്ട്.
അള്ളാഹുവാണ് ഏക ദൈവമെന്നും ഏക ഇലാഹെന്നും അവന് പങ്കുകാരില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇസ്ലാം കാര്യം അറിയുന്നവരുമാണ് നമ്മൾ. 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ നിന്ന് പാഠങ്ങൾ എടുക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6. ഇസ്ലാം ഈമാൻ അറിവില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് നമ്മൾ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട്. ഈ ഇസ്ലാം ഈമാനും അറിയാൻ തന്നാൽ ഇസ്ലാം കാര്യം 1 2 ഷഹാദത്ത് കലിമ, 2 നിസ്കാരം, 3 സക്കാത്ത്, 4 റമദാൻ മാസം നോമ്പ് നോക്കൽ, 5 ഹജ്ജ് ചെയ്യൽ, ഇങ്ങനെ എണ്ണിപ്പറയൽ അറിയുക എന്നുള്ളതല്ല. ഇസ്ലാം കാര്യങ്ങൾ അറിവില്ലെങ്കിൽ അവരുടെ വീട് നരകമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, ഒന്നാമത് അവന്റെ അഖീദയാണ്, ഷഹാദത്താണ്. ആ ഷഹാദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മനസ്സറിഞ്ഞുകൊണ്ട് ആ തൗഹീദിൽ അടിയുറച്ച് നിലനിൽക്കുകയും അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന, അള്ളാഹുവിനെ ദീനിനെ കളവാക്കുന്ന, ദീനിന് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിലോ അവന്റെ കുടുംബത്തിലോ അവന്റെ മക്കളിലോ വരാതെ സൂക്ഷിക്കലാണ് തൗഹീദ് എന്ന് പറയുന്നത്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിസ്കാരം 5 വക്താണെന്ന് മാത്രം പഠിക്കലല്ല, ആ നിസ്കാരത്തിന്റെ ശറത്തുകളും ഫറദുകളും സുന്നത്തുകളും അബാദുകളും അയാത്തുകളും തുടങ്ങി എല്ലാത്തിനെയും അറിയേണ്ട രൂപത്തിൽ അറിയുകയും ആ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കുകയും തൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങളിൽ അപാകത വരാതെ സൂക്ഷിക്കാനുള്ളതായ അറിവ് അവനിൽ ഉണ്ടാവുക എന്നാണ്. അപ്പോഴേ ഉള്ളൂ ഇസ്ലാം കാര്യം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് പറയുന്ന ആ നരകക്കുണ്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ആ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ, നോമ്പിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ, സകാത്തിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ, ഹജ്ജിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ കർമ്മങ്ങളിൽ നമ്മളങ്ങനെ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, വീട്ടിൽ നിന്ന് സ്ത്രീകളും നിസ്കരിക്കുന്നു, മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നു. പക്ഷേ ഈ നിസ്കാരത്തിൽ പലതിലും അപാകതകൾ വരാൻ കൂടുതലും സാധ്യതയുള്ളത് സ്ത്രീകളിലാണ്. പ്രത്യേകിച്ച് ഇവിടെ വൈകുന്നേരം മദ്രസ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട പല അനുഭവങ്ങളും, പല കുട്ടികളും പെൺകുട്ടികളും വീട്ടിൽ നിന്ന് നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കും. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് മറ്റൊരു ചിന്തയില്ല. മദ്രസയിൽ വറന്നിട്ടിട്ടാണ് വരിക, കാല് കാണും, സോക്സ് നിർബന്ധമായും കൊണ്ടുവരണം, സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കാരത്തിലെ ഔറത്താണ് എന്ന് ചെറുപ്പം മുതലേ കുട്ടി പഠിച്ചതാണ്. പക്ഷേ പല കുട്ടികളും സോക്സ് കൊണ്ടുവരാൻ മറക്കും. കുട്ടികളുടെ പേരെഴുതാൻ പറയും. ഇത് കുട്ടികൾ കാരണം പറയും, ഉസ്താദ് ഞാൻ എന്നും കൊണ്ടുവരലുണ്ട്, ഇന്ന് കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചോ? നിസ്കരിച്ചു. എങ്ങനെ? സോക്സ് ഇല്ലാതെ നിസ്കരിച്ചു. അല്ലെങ്കിൽ ഓൾ ഇമാം എന്നപ്പോൾ ഓൾക്ക് ഞാൻ എൻ്റെ സോക്സ് കൊടുത്തു, ഇമാം നിസ്കാരം ശരിയാവണല്ലോ എന്ന രൂപത്തിലേക്ക് നമ്മുടെ പെൺമക്കൾ, എത്ര 6ലും 7ലും പഠിക്കുന്ന മക്കൾ, വലിയ മക്കളിൽ പല വിദ്യാർത്ഥികളെ കൊണ്ടും അത്തഹിയ്യാത്ത് ഓതിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം മുഫദ്ദിശ് ഇവിടെ വന്നുകൊണ്ട് കുട്ടികളിൽ നിന്ന് വിശകലനം നടത്തിയിട്ട് ഇവിടെ റെക്കോർഡിൽ എഴുതി തന്ന് രൂപപ്പെടുത്തി പോയത്, നിസ്കാര കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ദിക്റുകളും അദ്കാറുകളും 2ാമത്തെ വിസിറ്റിന് വരുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് കുട്ടികൾക്ക് പൂർണ്ണമായ ബോധനമുണ്ടാവണം. കുട്ടികൾക്ക് അറിയാം, പക്ഷേ ചോദിക്കുമ്പോൾ അത് പലപ്പോഴും ഓർമ്മയിൽ വരുന്നില്ല. എന്തുകൊണ്ട്? ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അപാകത സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ളതായ ഒരു മതപഠന ക്ലാസ് സംഘടിപ്പിക്കണമെന്നും നമുക്ക് ആവശ്യമായ അറിവുകൾ തുടക്കത്തിലെ നമ്മുടെ നേതൃത്വം നമ്മളോട് നടത്തിയത്, ഉസ്താദേ ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളും ഇതൊക്കെയും ആവശ്യമാണ്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയ അധികരിച്ച കാലമാണ്. വേണ്ടതും വേണ്ടാതുമൊക്കെയും വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു യുഗത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. പക്ഷേ ഒരു അധ്യാപകരിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക്
നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് ഒരു ഉസ്താദിൽ നിന്ന് ആർജിച്ചെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ പദവികൾ ഉയരാനും നമ്മുടെ പ്രവർത്തന അപാകത സംഭവിക്കുമ്പോൾ അത് തിരുത്തി തരാൻ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യും, തെറ്റായാലും ശരിയായാലും. പലപ്പോഴും നമ്മുടെ മഹല്ലുകളിലൊക്കെ പലതും ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോഴും അതിന് വിമർശകരായിട്ട് നമ്മൾ പലരും ഇപ്പം രംഗത്തിറങ്ങാറുണ്ട്. എന്തുകൊണ്ട്? നമുക്കതിനെ കുറിച്ച് അറിവില്ല. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ ഉസ്താദ് അവർ വളരെ വിശദമായി കൊണ്ട് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നതായ സംഭവങ്ങളെ കുറിച്ചും അതിനെ നമ്മൾ നിർത്തിയതിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങി അതിനെ വിമർശിക്കുന്ന സ്വരത്തിൽ എത്ര പേര് സംസാരിച്ചു? അപ്പോ നമ്മളൊക്കെ അല്പജ്ഞാനികളായി മാറുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചല്ലോ, യർഫഉല്ലാഹു അല്ലദീന ആമനു, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഉയർത്തും. വിശ്വസിച്ചതായ ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ഉന്നതി നൽകും. അതോടൊപ്പം തന്നെ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് ഇൽമു ഉടയതായ അറിവുള്ളതായ ആളുകൾക്കും അല്ലാഹു ഒരുപാട് പദവികൾ ഉയർച്ചകൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ ആയത്തിന്റെ താല്പര്യം? വയർഫഉ ദറജാതിൽ ഉലമാഇ മിൻഹും ഖാസ്സ, പണ്ഡിതന്മാർക്ക് അറിവെടുക്കുന്നവർക്ക്. ഇവിടെ ഉലമാഇ എന്ന് പറയുമ്പോൾ കേവലം തലപ്പാവയും വെള്ള വസ്ത്രവും ധരിച്ചിരിക്കുന്നവർ മാത്രമല്ല ഉലമാഇ എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ളവനാണ് ആലിം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നിസ്കാരം എടുത്തു നോക്കുമ്പോൾ ആ നിസ്കാരത്തെ കുറിച്ച് പൂർണ്ണമായി ബോധ്യമുള്ളവൻ ആലിമാണ്. ആ ഒരു നിസ്കാരത്തെ കുറിച്ച് പൂർണ്ണമായി ബോധ്യമുള്ളതായ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് അല്ലാഹു ഒരുപാട് ഉയർച്ചകൾ നൽകും. കാരണം എന്താ? ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിയല്ലദീന യഅമലൂന വല്ലദീന ലാ യഅലമൂൻ, നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ തന്നെ ഹൽ യസ്തവിയല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ നബിയെ അങ്ങ് പറയുക എന്നാണ് ആയത്തിന്റെ താല്പര്യം. ഒരിക്കലുമല്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല. സമൂഹത്തിൽ പല രീതിയിലുള്ളതായ ഉയർച്ചകൾ നമുക്കുണ്ടാകും, സ്ഥാനമാനങ്ങൾ നമുക്കുണ്ടാകും. ഇവിടെയൊക്കെയും മികച്ചു നിൽക്കുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവനാണ് സ്ഥാനമുള്ളത്. അല്പജ്ഞാനികൾക്ക് സ്ഥാനം കുറവാണ്. ഏറ്റവും ഒരുപാട് ആബിദ് ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ ഇൽമ പഠിക്കലാണ് ഏറ്റവും മഹത്വമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ. എന്ത് ത്യാഗം സഹിച്ചും എന്ത് പ്രയാസം സഹിച്ചും നിങ്ങൾ അറിവ് നിങ്ങൾ ആർജിച്ചെടുക്കണം. പ്രത്യേകിച്ച് ഫറലായ നിർബന്ധപരമായ കാര്യങ്ങളുടെ അറിവ്, അത് എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ആ അറിവ് ആർജിച്ചെടുക്കൽ ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയെത്തിയ വകതിരിവുള്ള എല്ലാ മുഅ്മിനിനും നിർബന്ധമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഉത്ലുബുൽ ഇൽമ വലൗ കാന ബിസ്സീൻ, ഉത്ലുബുൽ ഇൽമ, നിങ്ങൾ അറിവ് പഠിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആവശ്യമായ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചും സമൂഹത്തിൽ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളെ പറ്റിയും ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ചും ഭർത്താവിനുള്ള ബാധ്യതയെക്കുറിച്ചും മക്കളോടുള്ളതായ ഉത്തരവാദിത്വത്തെക്കുറിച്ചും സമൂഹത്തോടും നാടിനോടും വീടിനോടും കുടുംബത്തോടും നാറാനല്ലേ, നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അതിന് നിനക്ക് അറിവ് വേണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉത്ലുബുൽ ഇൽമ വലൗ കാന ബിസ്സീൻ, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും ആ വിഷയത്തെ കുറിച്ചുള്ള ആവാഹം നേടൽ നിങ്ങൾക്ക് അനിവാര്യമാണ്. ചൈന എന്ന് പറയുന്നത് നബി തങ്ങളുടെ കാലത്ത് ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് സാക്ഷിയായ രാജ്യമായിരുന്നില്ല. മറിച്ചോ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് കപ്പലിലും മാർഗവും അതുപോലെ വിമാനത്തിനുമൊക്കെയായിട്ട് ചൈനയിൽ എത്തിപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ചൈനയിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരവസ്ഥയാണ്. അപ്പൊ അതാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ ആശയം, നബി തങ്ങൾ ഉണർത്തിയതിൻ്റെതായ താല്പര്യം. എന്തും സഹിച്ചിട്ടാണെങ്കിലും ഇൽമു പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്നുള്ളതാണ്.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നായി മനസ്സിലാക്കണം. അറിവ് പഠിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ പാഴാക്കി കളയരുത്. അന്യാമതാനി മഗ്ബൂൻ അക്സറു മിനൻ നാസ് വസിഹ്ഹത്തു വൽ ഫറാഗ്. പലപ്പോഴും പല സദസ്സുകൾ നമ്മൾ കേട്ട ഹദീസാണ്. മനുഷ്യന് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നിന്ന് 2 അനുഗ്രഹങ്ങളുണ്ട്, മഹത്തരമേറിയ 2 അനുഗ്രഹങ്ങൾ. ഒന്ന് സിഹ്ഹത്ത്, അവന്റെ ആരോഗ്യമാണ്. ഒന്ന് വൽ ഫറാഗ്, അവൻ ഒഴിവ് സമയമാണ്. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് അവന് കർമ്മോത്സരനായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതിനൊന്നും മുതിരാതെ അള്ളാഹ് നൽകിയ ആരോഗ്യത്തെ അനാവശ്യമായി അവൻ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ ആ അനുഗ്രഹത്തിൽ വഞ്ചിതനായി തീരും. അതുപോലെ തന്നെ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ. നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമായ അറിവുകൾ ആർജിച്ചെടുക്കാൻ സമയം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മഹല്ല് നേതൃത്വം ഇതുപോലുള്ള സദസ്സ് നമുക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ? ഓരോ മുസ്ലിമിന്റെയും മേൽ നിർബന്ധമാണ് അവനിക്ക് ആവശ്യമായ, അവനിക്ക് നിർബന്ധമാക്കപ്പെട്ടതായ എല്ലാ കർമ്മങ്ങളെ കുറിച്ചും പൂർണ്ണമായ അറിവുണ്ടാവൽ അവന്റെ മേൽ നിർബന്ധമാണ്. അങ്ങനെ അവനിക്ക് ആവശ്യമായ അറിവുകൾ പഠിക്കാൻ വേണ്ടി അവന്റെ മഹല്ല് അവനക്കൊരു സംവിധാനം കൊടുത്തിട്ട് അവൻ ആ സദസ്സിൽ വന്നിരുന്നാൽ, അവൻ പഠിക്കാൻ സന്നദ്ധനായാൽ, പഠനത്തിന് പ്രായമില്ല, പഠനത്തിന് സാമ്പത്തിക പ്രശ്നമാവാൻ പാടില്ല, സ്റ്റാറ്റസ് പ്രശ്നമാവാൻ പാടില്ല. അറിവില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് കുടുംബപരമായി നമ്മളെക്കാൾ എത്ര താഴ്ന്നവനാണെങ്കിലും അവന്റെ അടുത്താണ് ഇൽമുള്ളതെങ്കിൽ അവിടെ പോയി ഇൽമു പഠിക്കാൻ നമ്മൾ സന്നദ്ധരായേ പറ്റൂ. അങ്ങനെ ഇൽമു പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, വഇന്നൽ മലായികത തളഉ അജ്നിഹതഹാ. ആ മലക്കുകൾ, അല്ലാഹുവിന്റെ മലായികത്തുകൾ, അവരുടെ ചിറകുകൾ, റഹ്മത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും. എന്താ കാരണം? അവൻ ഇൽമിനെ തേടി പുറപ്പെട്ടവനാണ്. ഇൽമിനെ തേടി പുറപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും, അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. അഥവാ മലക്കുകളെ കാവൽ അവർക്കുണ്ടാകും. അവൻ തേടിയതായ ഇൽമിനോടുള്ളതായ സ്നേഹം കാരണം. ഒരു മുതഅല്ലിമിനോട് നമുക്ക് സ്നേഹമുണ്ടാവണം, ഒരു ആലിമിനോട് നമുക്ക് സ്നേഹമുണ്ടാവണം. അറിവ് പഠിക്കാൻ വേണ്ടി സന്നദ്ധരായ വ്യക്തികൾക്ക് അല്ലാഹുവിന്റെ മലായികത്തുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയോ ഒരു ഇൽമു പറയുന്ന സദസ്സിൽ നമ്മൾ വന്നു, പക്ഷേ അന്നത്തെ ക്ലാസ്സിൽ നിന്ന് അവനക്ക് ഉപകാരമുള്ള ഒരു അറിവും കിട്ടിയിട്ടില്ല. ഉസ്താദ് കുറെ ആയത്തുകൾ പറഞ്ഞു, കുറെ ഹദീസുകൾ പറഞ്ഞു, കുറെ ചരിത്രങ്ങൾ പറഞ്ഞു. കർമ്മപരമായി അവന്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു അമലും ഒരു ഇൽമും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഇന്നൽ ആലിമ യസ്തഗ്ഫിറ ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. ഇൽമു പറയുന്ന സദസ്സിലോ ഇൽമു പഠിക്കുന്ന സദസ്സിലേക്ക് ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഇൽമ് കിട്ടണമെന്ന വിജ്ഞാനമുണ്ടാവണമെന്ന ആഗ്രഹത്തോടുകൂടി ഇൽമ് തേടിപ്പോയി കഴിഞ്ഞാൽ അവനിക്ക് വേണ്ടി ആകാശഭൂമികൾക്കിടയിലുള്ളതായ സർവ വസ്തുക്കളും, മനുഷ്യനാവട്ടെ, ജിന്നുകളാവട്ടെ, മറ്റു ജന്തുക്കളാവട്ടെ, എല്ലാ വസ്തുക്കളും അവനിക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നാൽ നമുക്ക് കിട്ടാൻ പോണ ഏറ്റവും വലിയൊരു നേട്ടാണത്. മനുഷ്യനല്ലേ നമ്മൾ. അതിൽ മൂലയിരുന്നോ തങ്ങളെന്നോ നാടനെന്നോ കറുത്തോനെന്നോ വെളുത്തോനെന്നോ ആണെന്നോ പെണ്ണെന്നോ ആരും വ്യത്യാസമല്ല. പിഴവുകൾ എല്ലാവരും സംഭവിക്കും.
ഇടർച്ചകൾ എല്ലാവരിലും സംഭവിക്കും, അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ ഒരു ഇടർച്ച വരുമ്പോ, അങ്ങനെ ഒരു പിഴവ് വരുമ്പോ, ഒരു സൃഷ്ടിയോടല്ലാതെ ഒരു മനുഷ്യനിൽ വന്ന എല്ലാ പിഴവുകളും അത് പൊരുത്തപ്പെട്ട് കിട്ടാനുള്ളൊരു മാർഗം കൂടിയാണ് ഇൽമ പറയുന്ന സദസ്സിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം ഈ ആകാശഭൂമികൾക്കിടയിൽ എത്ര ജീവജാലങ്ങളുണ്ട്, കൂടാനക്കോടി വരുന്ന മുഅ്മിനീങ്ങളെ മാത്രമല്ല ജന്തുക്കളുണ്ട്. അതാ നാടസ് പഠിപ്പിക്കുന്നു, ഹത്തൽ ഹീതാനി ബിൽ മാഇ, വെള്ളത്തിൽ ഒഴുകുന്ന മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പാപമോചനം തേടും. ആർക്ക്? അറിവ് പഠിക്കാൻ സ്വയം താല്പര്യത്തോടു കൂടി വന്ന ആളുകൾ. നമ്മുടെ കൂട്ടത്തില് എല്ലാവരും അങ്ങനെ ആവട്ടെ. പല രീതിയിലും ഇൽമു പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്. എങ്ങനെയപ്പോ നമ്മുടെ മഹലിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പോവാതിരിക്കുക? അല്ലെങ്കിൽ ഞാനൊരു ഭാരവാഹിയാണല്ലോ, ഞാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പോവാ? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഏതായാലും പോകണം, ഓളേതായാലും പോവാതിരിക്കൂല, എന്തായാലും ഓളെ കഴിഞ്ഞ് കൊണ്ടുവരുമാണ്, ഇന്ന് ഞാനും പോവുക. അങ്ങനെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ വരുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായാൽ മനുഷ്യ സഹജമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാനുള്ള കഫാറത്താണ് ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കുറെ നിസ്കരിക്കാറുണ്ട്, കുറെ ദാനധർമ്മങ്ങൾ നൽകാറുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുന്നവരാണ്, ദിക്റുകൾ പതിവാക്കുന്നവരാണ്. അങ്ങനെ നമ്മളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആബിദ് എന്നിരിക്കട്ടെ. ആ ആബിദിനെക്കാട്ടും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാം, ത്വലബുൽ ഇൽമി സഅ, 1 മണിക്കൂർ ഇൽമു പറയുന്ന സദസ്സിലിരിക്കുക എന്നുള്ളത് ഖൈറും മിൻ ഖിയാമിൽ ലൈലി, ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്, നിനക്ക് പ്രതിഫലം കിട്ടുന്ന അമലാണ്. കാരണം നിങ്ങൾ 1 മണിക്കൂർ, ഇപ്പൊ നമ്മളിപ്പോ ഏരക്ക് തുടങ്ങി 8 വരെ ഇവിടെ ഇരുന്നാ മതി. ഇന്ന് ഇശാ കഴിഞ്ഞ് നാളെ സുബഹി വരെ ഈ സുന്നത്ത് നിസ്കരിക്കേണ്ട പണി, വേറൊരു പണിയില്ല. ആ ഒരാൾക്ക് കിട്ടുന്ന മഹത്വം ഇതിനേക്കാൾ അപ്പുറമാണ്. ഇൽമു പഠിക്കുന്ന 1 മണിക്കൂർ ഇൽമു പറയുന്ന സദസ്സിൽ ഇരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് 8ലും 9ലൊക്കെ എത്തുമ്പോ കുട്ടികളെ മദ്രസ രക്ഷിതാക്കളൊന്ന് ആലോചിക്കുക, എവിടുന്നാണ് കുട്ടികളെ കൊണ്ടുപോകണമെന്നില്ല. ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് 1 മണിക്കൂർ ഇൽമു പഠിക്കുക എന്നത്. അല്ലാഹു റസൂൽ നിർത്തിയില്ല, അവിടുന്ന് പഠിപ്പിക്കുന്നു, വത്വലബുൽ ഇൽമി യൗമാ, ഇന്നൊരാളൊരു ദിവസം ഇൽമു പഠിക്കാനായിട്ട് മാറ്റിവെച്ചു. ഒരു ദിവസം മുഴുവനായിട്ടും അവന്റെ നിർബന്ധമായ ഉറക്കവും നിസ്കാരവും കഴിഞ്ഞ് ബാക്കിയുള്ളതായ സമയം മുഴുവനും, പ്രത്യേകിച്ച് നമ്മളൊക്കെ വല്ല സമ്മേളന നഗരിയും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോ അവിടെയൊക്കെ വിജ്ഞാന സദസ്സുകൾ, ക്യാമ്പുകൾ ഉണ്ടാകും. അങ്ങനെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തു എന്ന് വിചാരിക്കുക. നിർബന്ധമായ നിസ്കാരം ഉറക്കൊക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം മുഴുവനും ഇൽമു പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. ഇൽമു പറയുന്ന സദസ്സിൽ പോയിരുന്നു, ഇൽമു കേട്ടു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖൈറും മിൻ സിയാമി 3 അശ്ഹുർ, 3 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയേക്കാൾ ഉത്തമം പ്രതിഫലം കിട്ടുന്ന ആള് ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇൽമു പഠിപ്പിക്കുന്ന സദസ്സിലിരിക്കലാണ്. അത് ഫിഖ്ഹാവട്ടെ, താരിഖാവട്ടെ, ഖുർആനാവട്ടെ, തജ്വീദാവട്ടെ, ആത്മീയമായ നിലക്കുള്ള ഏത് അറിവാവട്ടെ, അതിനെക്കുറിച്ച് ആവാഹം നേടാൻ വേണ്ടിയിട്ട് മനസ്സാന്നിധ്യത്തോടുകൂടി അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മമാരോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉപ്പമാരോട്, സഹോദരിമാരോട്, വിദ്യാർത്ഥികളോട് ഉണർത്താനുള്ളത്, ഇൽമു പഠിക്കാൻ നമുക്കൊരവസരം കിട്ടുമ്പോൾ ആ ഒരു സദസ്സ് ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്യരുത്. അത് ഹബീബിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമാണ്. മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള പ്രായശ്ചിത്തമാണ്.
നമ്മളുടെ കുംഭസാരമാണ്, കഫാറത്താണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. മഹാനായ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ ഇന്നൊരു ഇൽമു പഠിപ്പിച്ചത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബ് ചൊല്ലണം നമുക്കറിയാം, മിണ്ടാതിരിക്കണം നമുക്കറിയാം, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് രണ്ട് കൈയും ചുരുട്ടി പിടിച്ചിട്ട് തള്ളവിരൽ നീർത്തി പിടിച്ചിട്ട് മർഹബൻ ബി ഹബീബി ഖുർറത്തി അഈനിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിട്ട് രണ്ട് കണ്ണിനെയും തടവിയിട്ട് ആ തള്ളവിരൽ ചുംബിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപരമായ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളെ തടുക്കാനുള്ള മരുന്നാണ്. അതോടൊപ്പം തന്നെ ഹബീബിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ, അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭ്യമാവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എല്ലാവരും അത് നിലവിലെടുത്തണം. ഇഖാമത്ത് കൊടുക്കുമ്പോഴും ബാങ്ക് വിളിക്കുമ്പോഴും ഓർമ്മ വരുമ്പോഴൊക്കെയും എന്താ ചൊല്ലുക? മർഹബൻ ബി ഹബീബി ഖുർറത്തി അഅ്യുനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറിയാം അതൊക്കെ നല്ല കാര്യമാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ജവാബ് ചെല്ലുക, അതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി കേൾക്കുമ്പോൾ മർഹബൻ ബി ഹബീബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിട്ട് രണ്ട് കൺതടവും തടവിയിട്ട് ചുംബിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, നാം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ഇൽമു തേടുക എന്നുള്ളത്. മാത്രമല്ല മൻ ദഖല ലിതഅല്ലമ ഇൽമൻ ഗുഫിറ ലഹു ഖബ്ല അൻ യഖ്തുവ. അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. മഹാനായ
ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളിൽ നിന്ന് കേട്ടതായിട്ട് പഠിച്ചതായിട്ട് പഠിപ്പിക്കുകയാണ്. ഒരാൾ മന്ദകല നീങ്ങിയാൽ, തയ്യാറായി കഴിഞ്ഞാൽ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, അവൻ അതിനുവേണ്ടി പുറപ്പെട്ടാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ ഒന്നാമത്തെ ചവിട്ടടി വെക്കുന്നതിന് മുമ്പ് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സന്നദ്ധരായി, ഇൽമ ആത്മീയമായി ഇൽമാവണം, ഭൗതികമായൊരു നേട്ടവും അതുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയം വരുന്നുണ്ട്. വളരെ വിശാലമാണ്, വളരെ സ്ലോവായിട്ട് പറയുന്നതൊക്കെയും നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉപകാരപ്പെടണം എന്നതുകൊണ്ടാണ്. ഇന്നീ ക്ലാസ് കഴിഞ്ഞു പോയാലും ഇന്നത്തെ ക്ലാസ്സിൽ ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്നൊരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് പറയാൻ കഴിയൂലേ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കഴിയൂലേ? അതിന് വേണ്ടി ഇത്തിരി സ്ലോവിൽ പോകണം. നമുക്ക് മാസം 2 ക്ലാസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് റമദാൻ ആകുമ്പോഴേക്കും ഈ പറയപ്പെടുന്നതായ ഇൽമിന്റെ മഹത്വം, അതോടൊപ്പം വുളൂ, നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ സകാത്ത്, റമദാന്റെ ശ്രേഷ്ഠതകൾ, ഇതൊക്കെയും ഇൻഷാ അല്ലാഹ് നമ്മളെങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ഞാനൊരു കിതാബിന്റെ പേര് പറഞ്ഞുതരാം. ഇർഷാദുൽ ഇബാദ് എന്നാണ് കിതാബിന്റെ പേര്. ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉസ്താദ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ മക്കളൊക്കെയും 10ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ കഴിഞ്ഞ് ശരീഅത്ത് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്ന കിതാബുകളാണ് ഫത്ഹുൽ മുഈനും റിയാദുസ് സാലിഹീനും ഇർഷാദുൽ ഇബാദും ഒക്കെയും. വേണമെങ്കിൽ കിതാബ് സംഘടിപ്പിച്ച് മുമ്പിൽ വെക്കാം, വിരോധമില്ല, നല്ലതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഞെട്ടിപ്പരച്ചുകൊണ്ട് പോകുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുയ്യറ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ഖുയ്യറ സുലൈമാൻ നബി ഉണ്ടല്ലോ, അവിടുന്ന് അല്ലാഹു സുലൈമാൻ നബിക്ക് ഖുയ്യറ ഒരു അവസരം നൽകി, ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. എന്താണ് അവസരം എന്നറിയുമോ? ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. സുലൈമാൻ നബിക്ക് 3 സംഗതികൾ നബിയെ അങ്ങേക്ക് അല്ലാഹു നൽകാൻ പോവുകയാണ്. ധാരാളം സമ്പത്ത് വേണമെങ്കിൽ തരാം, അതല്ലെങ്കിലോ അൽ മുൽക്ക് രാജാധികാരം, രാജാധിപത്യം തരാം, അതല്ലെങ്കിൽ വല്ല ഇൽമ തരാം. 3 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും അങ്ങേക്ക് സെലക്ട് ചെയ്യാമെന്നല്ല പറഞ്ഞപ്പോ സുലൈമാൻ നബി ഇൽമിനെ സെലക്ട് ചെയ്തു. ഇൽമിനെ സെലക്ട് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരവും നൽകി, അതോടൊപ്പം സമ്പത്തും നൽകി. എന്തേ കാരണം? ഇൽമിന് ഇമ്പോർട്ടന്റ് നൽകി എന്നുള്ളത്, അറിവിന് ഇമ്പോർട്ടന്റ് നൽകി എന്നുള്ളതാണ്. അങ്ങനെ നമ്മളും അറിവിന് ഇമ്പോർട്ടന്റ് നൽകുന്നവരാവണം. മാത്രമല്ല ഇൽമ പഠിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം, ഒരു നേട്ടം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നേട്ടം? അയ്യുമാ നാശിഅ നശഅ ബി ത്വലബിൽ ഇൽമി. ഒരാൾ ഇൽമിനെ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമായിട്ട് ചെറുപ്പം മുതലേ ആ ഒരു വഴിയിൽ വളർന്നു വന്നാൽ, 10 വയസ്സ് മുതലേ പക്വത എത്തിയത് മുതലേ, അവൻ 7 വയസ്സ് മുതലേ അവൻ ഇൽമുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ട് അവൻ വളർന്നു വരുന്നത്. ഫീ ത്വലബിൽ ഇൽമി വൽ ഇബാദ. പഠിക്കുകയും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തു. ഒരു കുട്ടി, ഒരു വ്യക്തി പഠിക്കുകയും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ വളർന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇൽമിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ
അവൻ ചെറുപ്പത്തിൽ പഠിച്ച ഇൽമ്, ആ ഇൽമ് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ, ഇബാദത്ത് എടുക്കുകയും ചെയ്തു, ആ വ്യക്തിക്കുണ്ടല്ലോ സവാബ 72 സുദ്ദീഖ. നാളെ ഖിയാമത്ത് നാളിൽ 72 സുദ്ദീഖന്മാർക്ക് നൽകുന്ന പ്രതിഫലത്തെ അല്ലാഹു ആ വ്യക്തിക്ക് നൽകുമെന്നാണ്. എന്താ ചെയ്ത പണി? ഇൽമ് പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. അതാണ് ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചല്ലോ, അവിടുന്ന് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക ഇൽമിൻ ലാ യൻഫഉ. പടച്ച റബ്ബേ, ഉപകാരപ്രദമല്ലാത്ത അറിവ് എനിക്ക് തരരുത് റബ്ബേ. ഞാൻ ഒരു ഇൽമ് പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അങ്ങനത്തെ ഇൽമ് അല്ലാഹുമ്മ സിദ്നി ഇൽമ എന്ന് അല്ലാഹു റസൂൽ ദുആ ചെയ്തു. അല്ലാഹുവേ, ഇൽമിന് കൂട്ടി 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 കൊണ്ടാ, എല്ലാ വിഷയത്തെക്കുറിച്ചും ആവാഹം കൊണ്ടാ എന്ന് ദുആ ചെയ്ത നബി തങ്ങൾ തന്നെ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് നീ എന്നെ കാത്ത് രക്ഷിക്കണമേ എന്നാ ദുആ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇൽമ് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉപകാരമുണ്ടാവണം, നമ്മുടെ മക്കളിൽ അത് ഉപകാരമുണ്ടാവണം, നമ്മുടെ സമൂഹത്തിൽ അത് ഉപകാരമുണ്ടാവണം, നമ്മുടെ മഹല്ലത്തിൽ അത് ഉപകാരമുണ്ടാവണം. നമ്മൾ അറിവുള്ളവരായി മാറിക്കഴിഞ്ഞാൽ, നമ്മളൊരു ആലിമായി കഴിഞ്ഞാൽ, ഒരു മുതഅല്ലിമായി കഴിഞ്ഞാൽ, ആ ഒരു പണി അല്ലാഹു റസൂൽ നമ്മളോട് പറഞ്ഞതാണ്. കുന ആലിമൻ, നീ ഒരിക്കലും എന്താവണം? ഒരു പണ്ഡിതനാവാൻ ശ്രമിക്കണം. അത് മുതഅല്ലിമൻ, അല്ലെങ്കിൽ എന്താ മുതഅല്ലിമാവണം. അത് മുസ്തമിഅൻ, പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും പറയുന്നതായ ആ ഇൽമിന്റെ മജ്ലിസിൽ അവരെ ഒന്ന് കേട്ടിരിക്കാൻ ഒരു സന്മനസ്, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഒരു സന്മനസ് നിനക്കുണ്ടാകണം. അല്ലെങ്കിൽ മുഹിബ്ബൻ, അവരങ്ങേയറ്റത്തെ സ്നേഹിക്കണം. ആരെ? ഇൽമുള്ളവനെയും ഇൽമു പഠിക്കുന്നവരെയും ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേൾക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നവരാവണം. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ ഇഷ്ടം കരസ്ഥമാക്കുക, അവരെ വല്ലാതെ സ്നേഹിക്കുക. ഈ ഒരു 4 വിഭാഗത്തിൽ നീ പെടാവൂ. വലാത്തകുൻ ഖാമിസ, 5ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഒന്നിലെ ആലിമാവുക, മുതഅല്ലിമാവുക, മുസ്തമിഅാവുക, മുഹിബ്ബാവുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്നവനാവുക, അല്ലെങ്കിലോ പഠിക്കുന്നവനാവുക, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ പറയുന്നത് കേൾക്കുന്നവനാവുക, അല്ലെങ്കിലോ ഇവരെ സ്നേഹിക്കുന്നവനാവുക. വലാത്തകുൻ ഖാമിസ, 5ാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകരുതേ എന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൽമ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. ഇൽമ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ സന്നദ്ധരാവുക. അതിന് യൂട്യൂബിലേക്ക് പോവേണ്ട, ഗൂഗിളിലേക്ക് പോവേണ്ട. നമ്മുടെ മഹല്ലത്തിൽ അതിന് കഴിവുള്ള നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഭാരവാഹികൾ നമുക്ക് ഇത്തരത്തിലുള്ള അവസരം വരുമ്പോൾ അതിനെ വിനിയോഗപ്പെടുത്താൻ, നമുക്ക് ആവശ്യമായ അറിവുകൾ നേടിയെടുക്കാൻ, നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെ കൂടെ മദ്രസയിൽ വന്ന് ആദ്യം ചെയ്ത പണി കുട്ടികളെ തർബിയത്ത് ചെയ്യാന്നുള്ളതാണ്. നിർത്തിയിട്ടോ? തർബിയത്ത് നിർത്തി. രക്ഷിതാക്കളോട് കേൾക്കാൻ വേണ്ടി പറയാം, ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി പറയാം. കുട്ടികൾക്ക് ചാർട്ടർ കൊടുത്തിരുന്നു. കുട്ടികളുടെ നിസ്കാരം, ദിക്റുകൾ, അദ്കാറുകൾ ഇതൊക്കെ നിത്യവും ചെയ്യുന്നത് അടയാളപ്പെടുത്താനൊക്കെ. അപ്പൊ ഈ മാസം എന്ത് ചെയ്തു? ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതിയാകും. 4 കുട്ടികളെ വാങ്ങി. എല്ലാവരും വാങ്ങണമെന്നില്ല, കൃത്യമായി ചെയ്യുന്ന 4 കുട്ടികൾ മാത്രം വാങ്ങിയാൽ മതി. 4 കുട്ടികൾ ആകെ മാസം ചാർട്ട് വാങ്ങിയിട്ടുണ്ട്, പുതിയ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതാണ് നമ്മളെ അവസ്ഥ. കാരണം രക്ഷിതാക്കൾക്ക് ആവശ്യമില്ല, എന്തിനാ നമ്മൾ ഇറങ്ങാറാകുന്നത്? കമ്മിറ്റിക്കാർ പറഞ്ഞത് അതിനുള്ള ചിലവ് കുട്ടികളെ വാങ്ങുവാണോ? കാരണം അവർക്കറിയാം ഇത് അധികാരം പോകൂല, അതാണ് മെയിൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൽമു പഠിക്കുന്നുണ്ടെങ്കിൽ, ആ അറിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ അത് വേണം. നേരത്തെ നാസർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ബാത്റൂമിൽ കേണ്ട ദിക്ർ അറിയാത്തവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എത്ര പേര് ചെയ്യാറുണ്ട്? ആലോചിച്ച് നോക്കി. നമ്മളെ സ്വന്തം നഫ്സിനോട്, ഞാൻ എൻ്റെ നഫ്സിനോട് അടക്കാണ്. നമ്മൾ മാത്രമല്ല, പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് വെക്കണം എന്നറിയാത്തവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? പള്ളിയിൽ കയറിയാൽ എത്തിക്കാവിന് നീയത്ത് വെക്കണം എന്നറിയാത്തവരുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. വാഹനത്തിൽ കയറുമ്പോൾ
ദിക്ർ ചെല്ലാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? സുബ്ഹാനല്ലാഹി സഖറന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ പതിവാക്കാറുണ്ട്. എന്തധികം പറയുന്നു, ഇത് കുട്ടികളുടെ മദ്രസ ഡയറിയാണ്. രണ്ടല്ല മുന്നത്തെ. എന്നാലും ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുട്ടികളുടെ നിത്യജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് 16ഓളം ദിക്റുകളുണ്ട്. 16ഓളം ദിക്റുകളുണ്ട്. ഇതിൽ എത്ര നമ്മളെ കുട്ടികളെ പതിവാക്കുന്നത്? കുട്ടികളെ പതിവാക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? നമ്മൾ പതിവാക്കണം. നമ്മളെ മക്കള് മറ്റുള്ളവരുടെ മക്കളെ കണ്ട് പഠിക്കണമെന്ന് ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. നമ്മളൊക്കെ അതെല്ലാം ചെയ്യാം. അത്തരത്തെ ആ വരീത്ത കുഞ്ഞാനെ നോക്കേ അല്ലെ കുഞ്ഞോളെ നോക്കേ എന്ന് നമ്മൾ പറയും. ഇന്ന നോക്കി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മളെ മകനോട് മകളോട് ജിന്റെ മാരിയായ മതി പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ആ ഒരു കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ മക്കൾ ചെയ്യണം. നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരിക്കലും അത് മക്കളുടെ മുമ്പിൽ പരസ്യമാക്കാൻ പാടില്ല. വേറെ എവിടെ പരസ്യമാക്കിയാലും മക്കളെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ആ തെറ്റ് ഒഴിവാക്കരുത്. കാരണം എന്താ? മക്കൾ നമ്മളെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി നമ്മളായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ വിഷയം വുളൂഉമായി ബന്ധപ്പെടാൻ വിചാരിച്ചു. പക്ഷെ ഇത് കണ്ടപ്പോൾ അത് പറഞ്ഞപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് തോന്നി. മുസ്ലിമിൻ്റെ ഒരു ദിനം എന്നാണ്. ഒരു മുസ്ലിം ഒരു ദിവസം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവൻ പാലിച്ചിരിക്കേണ്ട ദിക്റുകളെ പരിചയപ്പെടുന്ന ക്ലാസ്സായിക്കോട്ടെ. അത് ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. വേണമെങ്കിൽ ഒരു പേര് ക്ലാസ് കൊടുക്കുന്നു, ഉസ്താദന്മാർ ഗ്രൂപ്പിലിട്ട് കൊടുക്കാം. നല്ലതാണ് അല്ലെ? അതിനു വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പും ഉണ്ടാക്കാം. അതൊക്കെ നല്ലതാണ്. ഇൽമു പഠിക്കുന്നവരൊക്കെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ മാത്രം പങ്കെടുക്കുന്നവർ മജ്‌ലിസിൽ ഇൽമു എന്ന ഗ്രൂപ്പ്. പക്ഷെ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗ്രൂപ്പുകളോട് വല്ലാതെ നമ്മൾ താല്പര്യം കാണിക്കാത്ത മെയിൻ കാരണം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ എല്ലാവരും അങ്ങനെയല്ല, എല്ലാത്തിനും ഉണ്ടാവുമല്ലേ നല്ലൊരു ചീത്തവരൊക്കെ. അത് മിഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം നന്മയേക്കാൾ കൂടുതൽ തിന്മയാണെങ്കിൽ ആ നന്മയെ ഒഴിവാക്കണം എന്നാണല്ലോ പ്രമാണം. പക്ഷെ അതൊരു കാര്യം ചെയ്യാം, ഒരു ബ്രോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ആർക്കും വല്ലാതെ പോകൂല. ഉസ്താദിന്റെ നമ്പർ സേവ് ചെയ്യാം, ഇതിൽ പങ്കെടുക്കുന്ന നമ്പർ ഉസ്താദ് സേവ് ചെയ്യാം. അല്ല നമ്പറൊക്കെ പാടെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിനോട് കൂടി ആ നമ്പർ ആരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ അവർക്ക് എന്ത് ചെയ്യും? ആണ് എത്തിപ്പെടും. പിന്നെ ഉസ്താദിന്റെ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് മജ്‌ലിസുൽ. ഉസ്താദ് നിങ്ങൾ മുമ്പേ ഉണ്ടായി, ഞാൻ അവിടെ വരുന്നതിന് മുന്നേ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത്തരത്തെ ഇൽമുകളൊക്കെ ഓരോ ദിവസവും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന ഉസ്താദുമായിട്ട് ചോദിക്കും. ഇപ്പൊ ഇന്ന് ഉസ്താദ് സുലൈമാൻ ഉസ്താദിന് വോയിസ് കൂട്ടിയത് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി കൊടുത്തോണ്ടിയാറുണ്ട്. അതിനങ്ങളെ സംശയങ്ങൾ എഴുതി കൊണ്ടുവരികയാണെങ്കിൽ അതിവിടെ വെക്കും. അത് നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഇപ്പോഴെ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇൽമില്ലാത്തതിന്റെ പേരിൽ നമ്മളാരും നരകത്ത് പോകരുത്. അറിവുണ്ട തിരിച്ചുകൊണ്ടിട്ടോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു അമല് ചെയ്യുമ്പോൾ അതിന് 70 കൂലിയാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഫാത്തിഹന്റെ അർത്ഥറിഞ്ഞിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് 70 ഇരട്ടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങളൊക്കെ പള്ളിക്കുന്ന നമ്മൾ അതൊന്ന് കണക്കൂട്ടി വെക്കണം. നിങ്ങൾ പള്ളിയിൽ നിസ്കരിച്ച 27 ഇരട്ടി കൂലിയാണ്, 28 ഇരട്ടി കൂലിയാണ്. ജമാഅത്ത് 27 ഇരട്ടി കൂലിയാണ്. അപ്പൊ അതിന് 55ആയി. പിന്നെ 70 കൂടി വന്നാൽ അവസാനം ആലോചിച്ചാൽ എത്ര കൂലിയായി. അപ്പോൾ ചെയ്യുന്ന അമലുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ളതായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം ഇങ്ങനെ ഒരു ഹദ്ദാദ് തുടങ്ങി ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ ഒരു 8:45 ആകുമ്പത്തിന് ഒരു ചെറിയ ദുആയും കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ലല്ലോ. ക്ലാസ് എടുത്ത് എനിക്കും പ്രയാസം ഉണ്ടാവാൻ പാടില്ല, കേട്ടിട്ട് ഇയാളത് നിർത്തിയേക്ക് എന്നൊരു ചിന്ത വരാനും പാടില്ല. ഇതൊരു സൈക്കോളജിയാണ്. ഒരാളെ 40 മിനിറ്റിലധികം ഒരാൾക്ക് വീക്ഷിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ എന്താകും? അയാളെ ശ്രദ്ധ പോകും. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ 40 മിനിറ്റ് പീരീഡ് ആക്കിയിട്ടുള്ളത്. 20 മിനിറ്റ് കേന്ദ്രീകരിച്ചിരിക്കാൻ കഴിയുള്ളൂ. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ഇൽമുകളൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ തർബിയത്താണ് കാര്യമായിട്ട് ഈ ക്ലാസ്സോട് ഉദ്ദേശിക്കുന്നത്. വെറും ഒരു ക്ലാസ് എടുക്കൽ മാത്രമല്ല,
ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു മോട്ടീവ് കൂടി ആവുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും നാളെ നമ്മുടെ മീസാൻ കനം തൂങ്ങുന്ന വലിയ ഒരു മിസ്കാലായി, ഒരു ഖൈറായി, ഒരു സവാബായി നമ്മുടെ അക്കൗണ്ടിൽ അല്ലാഹു രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭ്യമാകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായിട്ട് ഒരൊറ്റ കാര്യം ഉണർത്തുകയാണ്. നമ്മളറിയാം, എല്ലാ വർഷവും നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമൊക്കെ നമ്മളൊരു വലിയൊരു പ്രോഗ്രാം നടത്താറുണ്ട്. മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ട് മുഅല്ലിം ഡേ നമ്മൾ നടത്താറുണ്ട്. അത് സാധാരണ മുഹറത്തിലെ 1ാമത്തെ ഞായറാഴ്ചയാണ് നടത്താറുള്ളത്. ഈ കഴിഞ്ഞ 1ാമത്തെ ഞായറാഴ്ച പെട്ടെന്ന് ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഇത്തിവാവ് വന്നതുകൊണ്ട് അത് അങ്ങനെ മാഞ്ഞു തെളിഞ്ഞു പോയി. 2ാമത്തെ ഞായറാഴ്ച എന്തുമായി? മുഹറം 9 ഇപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ മഹല്ലടിസ്ഥാനത്തിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ റേഞ്ച് തലങ്ങളിൽ നിന്ന് ജൂലൈ 13 മുതൽ ജൂലൈ 30 വരെയാണ് അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അതിനിടയിൽ രക്ഷിതാക്കളിൽ നിന്ന് ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് ആ ഫണ്ട് രൂപീകരിച്ച് കൊണ്ടുവന്നു തന്നതായ ആളുകൾക്കും അവരുടെ കുടുംബത്തിനും അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദുആയുമൊക്കെ നടത്താനാണ് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മക്കളുടെ കൈവശം ഒരു കവർ കൊടുത്തയക്കും. എല്ലാ രക്ഷിതാക്കളും ഒരു 100 രൂപയിൽ കുറയാത്തൊരു സംഖ്യ, കഴിവിൻ്റെ പരമാവധി. 100 എന്നുള്ളതല്ല, ചില 2-3 രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 100 രൂപയൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അടുത്തുള്ള വീടുകളുണ്ടാകും, മദ്രസയിൽ വരാത്ത കുട്ടികളുള്ള വീടുകളുണ്ടാകും. അപ്പം അവരിലേക്ക് ഈ കവർ കൈമാറിയിട്ട് അവരിൽ നിന്ന് ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് കുട്ടികളുടെ കൈവശം കൊണ്ടുവരണം. കഴിഞ്ഞ വർഷമൊക്കെ വളരെ വിപുലമായി കൊണ്ട് നമ്മുടെ ടാർഗറ്റിനേക്കാളും മുകളിലായിട്ട് തന്നെ നമ്മുടെ മദ്രസയിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഉസ്താദുമാരിൽ നിന്ന് റേഞ്ചിൽ ചേർന്ന സമസ്ത MSR എടുത്ത ഉസ്താദുമാരിൽ നിന്ന് പാവപ്പെട്ട ഉസ്താദുമാരുടെ മക്കളുടെ വിവാഹം, വീട് പണി, രോഗ ചികിത്സ, ഇങ്ങനെ തുടങ്ങിയതായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് അപേക്ഷിക്കുന്നതായ ഉസ്താദുമാർക്ക് നൽകുന്ന ഫണ്ടാണ്, അതിലേക്കാണ് ഈ ഫണ്ട് പോകുന്നത്. ഒരുപാട് ഉസ്താദുമാരെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ മക്കൾക്ക് മദ്രസയെ വെച്ചുകൊണ്ട് ഹദ്ദാദറാത്തിബ് ഉണ്ടാകും. ആ ഹദ്ദാദറാത്തിബ് കഴിഞ്ഞാൽ ആ കവർ വിതരണം ചെയ്യുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് നീച്ചുക, ഒരു 3 സലാത്തിന് ചെറിയൊരു ദുആ നടത്തുക. ഇൻഷാ അല്ലാഹ് ആണുങ്ങളെല്ലാവരും പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ആണുങ്ങൾ പെണ്ണുങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് മാണ്ടിങ്ങാണ് ജമാഅത്ത് ഒഴിവാക്കരുത്. പെണ്ണുങ്ങളവിടെ ഇരുന്നോളി, വെയിറ്റ് ഇട്ട് തരുന്നത് ഒരുപാട് ഇരുന്നോട്ടെ. എന്നിട്ട് വന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവരെ കൂട്ടി പോവുക. അങ്ങനെ നന്മയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد ارحم الراحمين يا مالك الملوك يا രാജാതി രാജനായ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണം അല്ലാഹ്. ഇതിന്റെ പേരിൽ തവാബിന് ഞങ്ങൾ ഇന്ന് മൺമറഞ്ഞു പോയ ഉറ്റവർ, ഉടയവർ, സ്നേഹിതർ, ഭക്ഷണം നൽകിയവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോ
കടം നൽകി ഞങ്ങളെ സഹായിച്ച ആളുകൾ റഹ്മാൻ, ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും നിന്ന് മരണപ്പെട്ടു പോയതായ ആളുകൾ റഹ്മാൻ, ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയതായ ആളുകൾ എല്ലാവരെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹുവേ. നാഫിയായ ഇൽമിനെ നുകരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പഠിച്ച ഇൽമ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഈ പഠിക്കുന്ന ഇൽമിന്റെ മിദ്ല് തവാബ് കൊണ്ട് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തതായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. മർഹമത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒറ്റ കാരണം കൊണ്ട് ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം അല്ലാഹ്. എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും നീ നിറവേറ്റണം അല്ലാഹ്. പ്രത്യേകിച്ച് റഹ്മാനെ ഹദ്ദാദ് പാരായണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മജ്ലിസ് ആരംഭിച്ചത്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ ക്ലാസ് നിലനിർത്താനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഇതിൽ പങ്കെടുക്കാൻ എന്ത് പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മാനെ, ഇത് കാരണമായി അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ അവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണം അല്ലാഹ്. റഹ്മാനെ, ഉംറയ്ക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നും മക്കയിലെത്തിയതായ ആളുകൾ അവർക്ക് നീ മബ്റൂറുമായ ഉംറ നിർവഹിക്കുവാനും ഹബീബിന്റെ ചാരത്തെത്തിക്കൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനും മർദിയായ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകണം അല്ലാഹ്. അതുപോലെ അവിടത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ ചാരത്ത് ചെന്ന് സലാം പറയാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇബ്രാഹിം മഖാമിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മാനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അതിനൊരു സബബായി ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും സ്വീകരിക്കണം അല്ലാഹ്. മരണം ആസന്നമാകുന്ന സമയത്ത് പരിപൂർണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരാൾക്കും ഒരു ബാധ്യതയും നീ വരുത്തല്ല അല്ലാഹ്. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും പല രീതിയിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ഷാഫിയായ കാഫിയായ നാഥാ, നീ പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരുടെയും ദുആയിൽ ഉസ്താദിനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുന്ന വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച ഇൻഷാ അല്ലാഹ്. സലാത്ത് വാർഷികം വരുന്നുണ്ട് 24-ാം